ആർക്കട ഇവിടെ ലാലേട്ടൻ അഭിനയം പഠിപ്പിക്കാനുള്ള ആർക്ക് ട്രെയിലറിൽ കണ്ടിട്ട് നിങ്ങൾ കുടുംബ പടം എന്നൊക്കെ വിചാരിച്ച് എന്തെങ്കിലും കാണും ചെറിയ പരിപാടി എന്നൊക്കെ അല്ലേ വിചാരിച്ചിട്ടുണ്ട്. ഒന്നുമല്ല, ട്രെയിലറിൽ ഒന്നുമില്ല. തരുൺമൂർത്തി ഒരു സംഭവം ചെയ്തു വച്ചിട്ടുണ്ട് ഇതിനകത്ത്. എത്ര നാളായി കംപ്ലീറ്റ്ലി ഇങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ട് എന്നറിയാമോ. ഈ പടത്തിൻ്റെ തുടക്കത്തിൽ ടൈറ്റിൽ കാണിച്ചപ്പം കുറേ പേരെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അവരടുത്ത് ക്ഷമ ചോദിച്ച് ആണ് പടം തുടങ്ങുന്നത്. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അവിടെ നിന്ന് അങ്ങോട്ട് തുടക്കത്തിൽ ലാലേട്ടൻ്റെ മറ്റേ കംപ്ലീറ്റ് ആക്ടർ പടപ്പൊന്നുമില്ല, മോഹൻലാൽ എന്ന് എഴുതി കാണിക്കേണ്ട ഒരു ടൈറ്റിൽ ഒരു സാധനമുണ്ട്. അയ്യോ എമ്മാതിരി ഗൂസ് ബംസ് ഉണ്ട്. എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് അവിടെ. ജെയ്സ് ബി ജോയ് കൊടുത്തിരുന്ന സ്കോറും ആ ഒരു സാധനം കണ്ടപ്പോൾ അപ്പം തന്നെ ഗൂസ് ബംസ്. പിന്നെ തൊട്ടൊക്കെ കുറച്ച് സീന് കാണിക്കുന്നുണ്ട്. അവിടുത്തെ സിനിമാറ്റോഗ്രാഫി ഇത് ചില്ലറ പണ്ണലല്ല ഇനി അങ്ങോട്ട് ഉള്ളത് എന്നുള്ളൊരു സൂചന തന്ന് ഒന്ന് കയറ്റി വെച്ചിട്ട് പിന്നെ പടം പതുക്കെ നമ്മുടെ മോഹൻലാലും കുടുംബത്തിലോട്ടങ്ങ് പോവുകയാണ്. ഷൺമുഖൻ്റെ കുടുംബം, ടാക്സി ഡ്രൈവറാണ്. അവിടെ കുറേ പഴയ ലാലേട്ടൻ്റെ മാനറിസം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പഴയ പോലത്തെ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലെങ്കിലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് ഒരുപാട് സമയമില്ല. നമ്മളിപ്പം ട്രെയിലർ കാണുമ്പോൾ വിചാരിക്കും ഈ ഫസ്റ്റ് ഹാഫ് മൊത്തം ഫാമിലി ഇതാണ്. ഒന്നുമില്ല, കുറച്ച് സമയമുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ അതങ്ങ് കടന്നു പോയിട്ട് സിനിമ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് കടക്കുകയാണ്. ഈ കോൺഫ്ലിക്റ്റ് വരുമ്പോഴേക്കും ഇതാരായിരിക്കും എന്തായിരിക്കും എന്നുള്ള ഒരു സന്ദേശം വിട്ട് അങ്ങനെ ഫസ്റ്റ് ഹാഫ് നിർത്തിയിട്ട് സെക്കൻഡ് ഹാഫ് തുടങ്ങി. പിന്നെ അങ്ങോട്ട് ഒരു സാധാരണ മനുഷ്യൻ അയാളുടെ സർവ്വ നിയന്ത്രണങ്ങൾ പോകുമ്പോൾ, അയാൾ നിസ്സഹായനാകുമ്പോൾ, അയാൾക്ക് ഇനി വേറെ ഒരു ഓപ്ഷനും ഇല്ല എന്ന് മനസ്സിലാവുമ്പം അയാൾക്ക് പിന്നെ നീതിയോ നിയമമോ ശരിയോ തെറ്റുകളോ ഒന്നുമില്ല. കാണുക, മേയുക. അവിടെ ആ ഒരു ഒറ്റയാന് കൂച്ചു കലങ്ങിടാൻ ആർക്കും പറ്റില്ല. അയാളങ്ങ് അഴിച്ചു വിട്ടിക്കണം. അവിടെ ഇയാൾ കൊടുത്തിരിക്കുന്ന ഫ്രെയിമിങ്, തരുൺമൂർത്തി, ജെയ്സ് ബിജോയുടെ കത്തിക്കൽ, ലാലേട്ടൻ്റെ അഴിഞ്ഞാട്ടം, ഇത് കാണുമ്പോൾ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ നമുക്കവിടെ പിടുത്തം പറ്റില്ല, വിട്ടുപോകാൻ പറ്റില്ല. നമ്മളതിലേക്ക് അങ്ങ് ആയിപ്പോവും. അവിടെ തളപ്പിലങ്ങ് ഇരുന്ന് കണ്ടു നിൽക്കുക. എത്ര സമയമുണ്ടെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അങ്ങ് ഇരുന്ന് നമുക്ക് അവിടെ രക്ഷപ്പെടാൻ പറ്റൂലേ, നമ്മൾ ലോക്കായിപ്പോയി. അമ്മാതിരി ഒരു പണ്ണലാണ് പിന്നെ അങ്ങോട്ട് അവസാനം എത്തുമ്പം പടത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് ഒരു പുതുമയുള്ള ഒരു കഥയാണ് എന്ന് പറഞ്ഞാൽ ലോകത്തൊന്നും നടക്കാത്ത സംഭവങ്ങളൊന്നുമല്ല. ഇതിനെ ഈ രീതിയിൽ അവതരിപ്പിച്ചത് പുതുമയായിട്ട് എനിക്ക് തോന്നി. അവിടെ വലിയ ഒരു എക്സ്ട്രാ ഓർഡിനറി ഗിമ്മിക്സോ മറ്റേ പരിപാടിയോ ഒന്നുമില്ല. ഒരു സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ലാലേട്ടൻ വന്നിട്ട് ഒരു ഹീറോ ഒന്നുമല്ല, സാധാരണ ഒരു മനുഷ്യൻ. അയാൾക്ക് എല്ലാം കൈവിട്ട് പോകുമ്പം അയാൾക്ക് ഉണ്ടാവുന്ന ഒരു സാധനം, ഒരു ഇമോഷണൽ മാസ്, അത് കാണുന്ന പ്രേക്ഷകന് കിട്ടും. അത് ലാലേട്ടനാകുമ്പം ലാലേട്ടൻ്റെ ഒരു ഓറയും ഇങ്ങനെ പെർഫോമൻസും ഇയാൾക്ക് അങ്ങനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് ലാലേട്ടന് ഓരോ ഷോട്ടും ഓരോ ഫ്രെയിമിങ്ങും ചുമ്മാ ഒരു സാധനം ഇങ്ങനെ കടിച്ചു പിടിച്ചങ്ങ് നിന്നാണ് ഇങ്ങനെ ഗൂസ് ബംസ് ഇങ്ങനെ ഇളവും കത്തിക്കും, തിയേറ്റർ കത്തും. പോയി കാണും. താമസിച്ച് കഴിഞ്ഞാൽ നല്ല തിയേറ്ററിൽ ടിക്കറ്റ് കിട്ടില്ല. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പടമാണ്. ഫാമിലി പടമൊന്നുമല്ല, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ്. ജെയ്സ് ബി ജോയുടെ കത്തിക്കൽ, വിഷ്ണു ഗോവിന്ദിൻ്റെ ഓഡിയോഗ്രാഫി, ഒരു രക്ഷയിലൂടെ അന്യായം. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റത്തെ ടൈറ്റിൽ കാണിച്ച ഉൾപ്പെടെ ഇത്രയും ഈ അടുത്ത കാലത്ത് ഒരു നടൻ്റെ ടൈറ്റിൽ അങ്ങനെ ഞാൻ അത്രയും ഗൂസ് ബംസ് അടിച്ച് കണ്ടിട്ടില്ല. അവിടെ നിന്ന് അങ്ങോട്ട് ഈ പടം അങ്ങ് പോവേണം. ഇമോഷണൽ ആണ്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വയലൻസ് ഉണ്ടെന്നുണ്ട്. കുട്ടികൾക്ക് 16+ ആണെന്ന് തോന്നുന്നു. ഫാമിലിയായിട്ട് പോയി കാണാം. രക്തച്ചൊരിച്ചിൽ പരിപാടിയൊന്നുമില്ല, പക്ഷേ നമുക്ക് അടിയുടെ പഞ്ച് നമുക്ക് ഫീൽ ചെയ്യും. അടിയൊക്കെ ഭയങ്കര ഞാൻ പറഞ്ഞില്ല, ഇത് ഫാമിലി പറ്റ സാധനമല്ല, മാസ് പടമോടെ. ഫാൻസിനൊക്കെ അർമാണിക്കും അവസാനം അങ്ങോട്ട്. അങ്ങനെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഞാൻ ഇത് ഒരു ലാൽ ഫാനൊന്നോട് തള്ളണമല്ല. ഞാൻ എൻ്റെ എമ്പുരാൻ്റെ ഒക്കെ ഒപ്പീനിയൻ ഇവിടെ കിടപ്പുണ്ട്, നിങ്ങൾ പോയി നോക്ക്. ഇതാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഒരുപാട് നാളായിട്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയതിന് ശേഷം അങ്ങനെ ഒരു നേര് എന്നൊരു സിനിമ ഒരു സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സാധനം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടി. അതിന് തരുൺമൂർത്തി നന്ദി. അങ്ങനെ കാണാൻ അങ്ങേരക്ക് കിടിലൻ തിരക്കഥ, കിടിലൻ ഡയറക്ഷൻ, ടെക്നിക്കലി ടോപ്പ് നോച്ച്. ഇടയ്ക്ക് സിനിമാറ്റോഗ്രാഫി വന്നപ്പോൾ ഇടയ്ക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു സീനിൽ ഒരു ഫോക്കസ് ഔട്ടായപ്പോൾ അത് തോന്നിക്കഴിഞ്ഞാലും പിന്നെ അങ്ങോട്ട് വേറെ ഒരു പ്രശ്നവുമില്ല. കിട്ടില്ലായിട്ട് മേക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് സിനിമ. ഒരു സാധാരണ പടം എന്നുള്ള രീതിയിൽ കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ല. മാക്സിമം കത്തിക്കേണ്ട സീനൊക്കെ നല്ല രീതിയിൽ കത്തിച്ചിട്ടുണ്ട്. ഷെഫീഖും നമ്മൾ മരിച്ചുപോയ നിഷാന്ത് യൂസഫും കൂടിയാണ് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. കിടില എഡിറ്റിങ്. പിന്നെ ഇതിൽ ബിനു പപ്പു, പുള്ളി ഇതിൻ്റെ കോ ഡയറക്ടറും കൂടിയാണ്. അങ്ങേര് ഒരു ചോറിയോ ഒരു തീട്ടം കഥാപാത്രം കാണുമ്പോൾ തന്നെ വലിച്ച് ചവരിറ്റാക്കാൻ തോന്നുന്ന ഒരു കഥാപാത്രം അത്രയും നന്നായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ആളുള്ളത് ആദ്യമായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുകയാണ്, പ്രകാശ് വർമ്മ. പുള്ളിക്കാരനാണ് ഈ വോഡഫോണിൻ്റെ സൂസുവിൻ്റെ ഒക്കെ ക്രിയേറ്റർ. അങ്ങനെ കാണിച്ചപ്പം
ഒരു ഫ്രഷ് ഫേസ് ഉണ്ടായിരുന്നു. അങ്ങനെ മാൻഡ്രിസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു കഥാപാത്രങ്ങൾ മാറി പുതിയൊരു ആളെ കാസ്റ്റ് ചെയ്ത് നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. അടിപൊളിയായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുപോലെ പിന്നെ ശോഭനയുണ്ട്. ശോഭനയ്ക്ക് വലിയ സ്ക്രീൻ സ്പേസ് ഒന്നുമില്ല, എന്നിരുന്നാലും 1-2 സീനുകളിൽ പുള്ളിക്കാരിയും കത്തിച്ചിട്ടുണ്ട്. അവസാനം ഞാൻ പറഞ്ഞില്ല, ഇതിൽ പിന്നെ എന്ത് കാണിക്കുന്നോ നമ്മളത് അബ്സർവ് ചെയ്യുക എന്നുള്ള മാത്രമേ ഉള്ളൂ. വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് വേറെ ചിന്തിക്കാനോ ഒന്നുമില്ല. അതിൻ്റെ കൂടെ അങ്ങ് തിളച്ചിരിക്കുക. ആ സീനൊക്കെ ശോഭനയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫർഹാൻ ഫാസിൽ ഒരു നിർഗുണ കഥാപാത്രം, പിന്നെ മണിയമ്പിള്ള രാജുണ്ട്. ത്രൂ ഔട്ടൊന്നുമില്ല, ഉള്ള റോൾ പുള്ളി ചെയ്തു പോയിട്ടുണ്ട്. ഇർഷാദ് അലി, ആർഷ ചാന്ദിനി ബൈജു, തോമസ് മാത്യു, നാരായണീൻ്റെ 3 ആമക്കളുടെ ചെറുക്കൻ, ലാലേട്ടൻ്റെ മകനായിട്ട് വരുന്നത് ഒന്നായിരുന്നു. പിന്നെ കൃഷ്ണപ്രഭ ഉണ്ടായിരുന്നു, അബിൻ ബിനോ, അർജുൻ അശോകൻ ഒരു സീനിൽ വന്നിട്ട് പോയി. ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് പോയതാണ്. വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇല്ലാത്തൊരു കഥാപാത്രമാണ്. ഭാരതി രാജ, നെയിൽ വിൽസൻറ്റ്, അമൃതവർഷിണി, ഗൗരി ഗോപൻ, ഷൈജോ അടിമാലി, പിന്നെ കുറേ പേരൊക്കെ കുഞ്ഞു റോൾ ചെയ്തു പോയിട്ടുണ്ട്. നന്ദു പൊതുവാൾ, സംഗീത് പ്രതാപ്, ഇളവരസ്, ശോഭി തിലകൻ, രാകേഷ് കൃഷ്ണൻ, രുദ്രാക്ഷ്, സന്തോഷ് കീഴാറ്റൂർ, സുരേഷ് കുമാർ, ശ്രീത്രേവി, ജെയ്സ് ജോസ്, ഇവരൊക്കെയാണ് പിന്നീട് അഭിനയിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ചെറിയ റോളുകളാണ്. ആസ് എ ഹോൾ ഒരു കംപ്ലീറ്റ് ലാലേട്ടൻ ഷോയാണ്. ലാലേട്ടൻ ഫാൻസ് ലാലേട്ടൻ എന്ത് ആഗ്രഹിക്കുന്നുണ്ടോ അത് കൊടുത്തിട്ടുണ്ട്. ഫാമിലി ഓഡിയൻസിന് ഒരു സിനിമയിൽ നിന്ന് എന്ത് സംതൃപ്തിയാണ് കിട്ടുന്നത് അത് കിട്ടുന്നുണ്ട്. എല്ലാതരം ഓഡിയൻസിനെ ഇഷ്ടപ്പെടുത്തുന്ന, ഇമോഷണലി കണക്റ്റ് ആക്കുന്ന, മാസ് അടിപ്പിക്കുന്ന, തിളപ്പിക്കുന്ന ഒരു ഹൈ വോൾട്ടേജ് തിയേറ്റർ എക്സ്പീരിയൻസ്. ഇത്രമാത്രം എനിക്ക് തുടരും എന്ന സിനിമയെക്കുറിച്ച് പറയാനുള്ളൂ. വൺസ് അഗൈൻ താങ്ക് യു തരുൺ മൂർത്തി. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തരാ വരട്ടെ.